നമ്മുടെ ജീവിതത്തിൽ ഒരു പരാജയം സംഭവിച്ചാൽ പിശാച് നമ്മളോട് മന്ത്രിക്കുന്നത് എന്താണെന്നറിയാമോ? ഇനി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകണ്ട, ദൈവത്തിന് നിന്നെ ആവശ്യമില്ല, ദൈവത്തിന് നിന്നെ കൊണ്ട് ഉദ്ദേശവുമില്ല. പരാജയങ്ങളിൽ ഒളിച്ചിരിക്കാൻ വേണ്ടിയാണ് പിശാച് ആലോചന തരുന്നത്. അടുത്തൊരു കാര്യം, നാം ഭക്തരായി നടന്നിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടും ഒരു മറുപടി കിട്ടാതെ വരുമ്പോഴും ഇതേ ചിന്ത തന്നെ വരും. ഇനി എന്തിനാ പ്രാർത്ഥിക്കുന്നത്, ഇനി എന്തിനാ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകുന്നത്? ഭക്തനായ ഇയ്യോബ് പറഞ്ഞ ഒരു മറുപടിയുണ്ട്. അദ്ദേഹത്തിന് ദൈവത്തോട് വളരെ സ്നേഹവും ദൈവത്തെ ഭയങ്കരമായ വിശ്വാസമുള്ളത് കൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യം, നാം ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് നന്മ പ്രാപിക്കുന്നു, നന്മ അനുഭവിക്കുന്നു, തിന്മയും അനുഭവിക്കരുതോ. ഹല്ലേലൂയ. ഇന്ന് ശാലോം സന്ദേശത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്ന ദൂത് ഇതാണ്. ആമേൻ. നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയവേളകളിലും നാം പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ലാതെ വരുന്ന സാഹചര്യങ്ങളിലും ദൈവം നമ്മളെ കൈവിടുന്നില്ല. നാം ദൈവത്തിൻ്റെ അടുക്കലേക്ക് തന്നെ എത്തിച്ചേരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഇയ്യോബിന്റെ പുസ്തകം 5-ാം അധ്യായം 18-ാമത്തെ വാക്യമാണ് ഇന്നത്തെ സന്ദേശത്തിന്റെ ആധാരം. അവൻ മുറിവേൽപ്പിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നു, അവൻ ചതയ്ക്കുകയും തൃക്കൈ പൊറുപ്പിക്കുകയും ചെയ്യുന്നു. അവൻ മുറിവേൽപ്പിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നു, ചതയ്ക്കുകയും തൃക്കൈ പൊറുപ്പിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമാണ്. ദൈവം ചിലപ്പോൾ നമ്മെ ശിക്ഷിക്കാറുണ്ട്. അത് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. ദൈവം നമുക്ക് ശിക്ഷണങ്ങൾ തരുന്നതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? അപ്പൻ ശിക്ഷിക്കാത്ത മകൻ, അപ്പനായതുകൊണ്ട് ശിക്ഷിക്കാം. എന്തിനാണെന്ന് അതിൻ്റെ പർപ്പസും കൂടെ പറയുമ്പോഴാണ് നമുക്കത് ആവശ്യമാണെന്ന് തോന്നുന്നു. ഒന്ന്, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം നമ്മളെ ശിക്ഷിക്കാം, ശിക്ഷണത്തിലൂടെ നടത്താം. രണ്ട്, നമ്മുടെ ഭോഷത്വങ്ങളെ മാറ്റിയെടുക്കുവാൻ അവൻ ശിക്ഷണങ്ങൾ നൽകി തരാറുണ്ട്. മൂന്ന്, അവൻ്റെ വിശുദ്ധി നാം പ്രാപിക്കുവാനായി അവൻ നമ്മെ ശിക്ഷണങ്ങളിലൂടെ കടത്തിവിടാറുണ്ട്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഏത് ശിക്ഷണം അവൻ തന്നാലും നമ്മെ അവൻ കൈവിടത്തില്ല, തലോടി ചേർത്ത് നിർത്തും. ശിക്ഷണം തരുമ്പോൾ തന്നെ അവൻ നമ്മെ അടുപ്പിച്ച് നിർത്തും. ഹല്ലേലൂയ. പിശാചോ എന്ത് ചെയ്യുന്നറിയാമോ? നാം ശിക്ഷണത്തിന്റെ അവസ്ഥയിൽ കടന്നു പോകുമ്പോൾ പിശാച് വന്ന് പറയും, ഇനി ദൈവം നിന്നെ സ്നേഹിക്കുന്നില്ല, ദൈവത്തിന് നിന്നോട് കരുണയില്ല, ഒരു മനസ്സിലുമില്ല, വിട്ടേക്ക്, ദൈവമായിട്ടുള്ള ബന്ധം അങ്ങ് വിട്ടേക്കാൻ പറയും. എല്ലാ മനുഷ്യരും ഇങ്ങനെയാണോ? ദൈവത്തോടു കൂടെ നടന്നിട്ടാണോ എല്ലാവർക്കും എല്ലാം ഉണ്ടാകുന്നത്? ഇതൊക്കെ പിശാച് പറയും. പക്ഷെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചേർത്ത് നിർത്താൻ ദൈവം ആഗ്രഹിക്കുക. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22 മുതൽ വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു. 31-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, കർത്താവ് എന്നേക്കും തള്ളിക്കളയുകയില്ലല്ലോ, അവന്റെ ദയ തീർന്നു പോകുകയില്ലല്ലോ. കർത്താവ് എന്നേക്കും തള്ളിക്കളയുകയില്ല. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് എന്നേക്കും തള്ളിക്കളയുന്നില്ല, ഒരിക്കലും അവൻ തള്ളിക്കളയുകയില്ല. അവൻ അല്പസമയത്തേക്ക് അവൻ്റെ വലിയ സ്നേഹത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവൻ മഹാകരുണയോടുകൂടി അവൻ നമ്മെ ചേർത്ത് നിർത്തുന്ന ദൈവമാണ്. ഹോശേയ പ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്, 6-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെയാണ്, വരുവിൻ നാം യഹോവയുടെ അടുക്കിലേക്ക് കടന്നു ചെല്ലുക, അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. ദൈവം നമ്മെ കടിച്ചു കീറിയാൽ അവിടുന്ന് ഓടിപ്പോകണ്ട, നാം അവൻ്റെ അടുക്കിലേക്ക് ചെല്ലുക, അവൻ സൗഖ്യമാക്കും. അവൻ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. ദൈവത്തെ വിട്ട് ഓടിപ്പോകരുത്. ദൈവം നമുക്ക് വേണ്ടി വലിയ കാര്യം കരുതി വെച്ചിട്ടുണ്ട്. അവൻ്റെ സ്നേഹം, അവൻ്റെ കരുതൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. ഹല്ലേലൂയ. ശമൂവേലിന്റെ പുസ്തകം 1 ശമൂവേൽ 2-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ദീർഘനാൾ ഭക്തിയായ ഹന്ന ഒരുപാട് നിന്ദിക്കപ്പെട്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാതെ നിന്നെ അനുഭവിച്ച വ്യക്തിയാണ്. ഒടുവിൽ ദൈവത്തിന്റെ മറുപടിയൊക്കെ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ഹന്ന പാടിയ പാട്ട് ഇങ്ങനെയാണ്, യഹോവ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു, പാതാളത്തിൽ ഇറക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്നു. ഓ, ദൈവം അങ്ങനെ ചെയ്യുന്നു. പാതാളത്തിൽ ഇറക്കിയിട്ട് പുറത്ത് കൊണ്ടുവരുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്ന ദൈവം. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന വിപരീതമായ അനുഭവത്തിലാണെങ്കിൽ ദൈവം നിങ്ങളെ ജീവിപ്പിക്കും. ഇന്ന് നിങ്ങൾ കുഴിയിലേക്ക് ഇറങ്ങിപ്പോയവരെ പോലെ ആയിരിക്കുന്നെങ്കിൽ ദൈവം അവിടെ നിന്ന് ഉദ്ധരിക്കുമെന്നാണ് ഇത് പറയുന്നത്. ഹല്ലേലൂയ. ദൈവം കൈവിടത്തില്ല. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. യെശയ്യാ പ്രവചനം 42-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ചതഞ്ഞ ഓട അവൻ
അവൻ ഒടിക്കുകയില്ല. പുകയുന്ന തിരി അവൻ കെടുത്തിക്കളയുകയില്ല. ഇനി അത് കൊള്ളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഓടത്തണ്ട് തല്ലിപ്പൊട്ടിച്ച് കളയുന്നില്ല. പുകയുന്ന തിരി അവൻ കെടുത്തുന്നില്ല. ഇനിയും കത്താൻ പറ്റുമെന്ന് കണ്ട് അവൻ നമുക്ക് വേണ്ടി എണ്ണ പകരുന്നൊരു ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നാം മുറിവുകളിൽ തുടരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ പരാജയങ്ങൾ തുടരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് നമ്മെ കൊണ്ടെത്തിക്കുവാൻ അവൻ ശക്തനായ ദൈവം. ഹല്ലേലൂയ. അവൻ ചതയ്ക്കുകയും തൃക്കൈ പൊറുപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ കടന്നു പോകുന്നത് മുറിവേറ്റ അനുഭവത്തിലാണെങ്കിൽ, വേദനപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ്, ആ അനുകൂലമായ വഴികളൊന്നുമില്ലാതെ എവിടെ വഴിയുണ്ടെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന സമയത്തായിരിക്കാം. പക്ഷേ ദൈവം നിങ്ങളെ ഉദ്ധരിക്കും കേട്ടോ. ദൈവം നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. ദൈവം നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടും. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യും. ഞാൻ പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഇന്ന് എൻ്റെ ഈ സന്ദേശം കേട്ട് അവിടുന്ന് നൽകിയ ദൂത് കേട്ട് കർത്താവെ നന്മ തരുന്നു, തിന്മയും ഞങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ കടത്തിവിട്ടാലും അതിനകത്ത് ദൈവമേ നിന്റെ വലിയ അത്ഭുതം ഉണ്ടെന്നും നിന്നെ വിട്ട് ഒരിക്കലും മാറരുതെന്നും കർത്താവ് ഞങ്ങൾക്ക് ആലോചനയ്ക്കായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ കടന്നു പോകുന്ന തിക്തമായ അനുഭവങ്ങളുടെ നടുവിൽ ദൈവികമായ വ്യക്തമായ മറുപടി നൽകി നിന്റെ മക്കളെ ഉറപ്പിക്കണമേ. ഒരു കാരണവശാലും കർത്താവിൽ നിന്ന് അകന്നിരിക്കാതെ പറ്റി നിന്ന് ആ വിടുതൽ പ്രാപിപ്പാൻ സഹായിക്കണം. ഒരു അത്ഭുതകരമായ ഇടപെടൽ ഇന്ന് ഈ മക്കളുടെ വിഷയത്തിൽ ഉണ്ടാകട്ടെ. ഇന്ന് ഈ മക്കൾ പോകുന്ന ആവശ്യങ്ങളിൽ, ഇടപെടുന്ന വിഷയങ്ങളിൽ, കർത്താവ് മുട്ടുന്ന മേഖലകളിൽ ദൈവത്തിൻ്റെ വാതിലുകൾ തുറന്നു വരട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവ് അത്ഭുതം ചെയ്യും യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങൾക്കുള്ള വഴികളെ തുറക്കട്ടെ. ഈ സന്ദേശം പതിവ് പോലെ കുറെ പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ലവ്ലി ഡേ.